കൂടി ഒരു മീറ്റിങ്ങിൽ എല്ലാവരോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് സാധ്യമാക്കിയ ആ വലിയ ശക്തിയോടുള്ള നന്ദിയും ഇതോടൊപ്പം അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന ഒരുപാട് തത്വങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു മധ്യാസക്തന്റെ മുന്നിൽ വയ്ക്കുന്ന ഒരു അംഗത്തിന് മുന്നിൽ വയ്ക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ വളരെ തലനാരിഴകേറി വിശദീകരിക്കുകയും വിശകലനം ചെയ്യുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മീറ്റിങ്ങിന്റെ ഒരു ഭാഗമാണ് ഇന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു ദൈനംദിന വിലയിരുത്തൽ എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപാട് തവണ കേട്ടുകൊണ്ടിരിക്കുന്നതും ചിലപ്പോഴെങ്കിലും അത്ര പ്രാധാന്യമുള്ളതാണോ എന്ന് ചിന്തിച്ചു പോകുന്നതുമായ ഒരു കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. എഐയിൽ എത്തിയപ്പോഴും അതിനു മുൻപും ഇപ്പോഴും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അവതരണമല്ല, ഞാൻ മുൻപ് പറഞ്ഞ വിഷയാവതരണമല്ല. ആ കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ എഐയിലൂടെയുള്ള ഇത്രയും വർഷത്തെ സഞ്ചാരത്തിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എന്ത് ചെയ്തു, അത് എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി, ഏതെല്ലാം തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കി എന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ നമുക്കറിയാം, ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഈ മീറ്റിങ്ങിൽ ഏറ്റവും പുതിയ ആളുകൾ മുതൽ വർഷങ്ങളായിട്ട് എയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോ ഇഷ്ടം പോലെ മീറ്റിങ്ങുകൾ, ഒന്നിലധികം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഫിസിക്കലായിട്ടും ഓൺലൈനായിട്ടും അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ പ്രതിദിന മനനങ്ങൾ, ബിഗ് ബുക്ക്, സുബോധ ജീവിതം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചറുകൾ വായിക്കുന്ന അംഗങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിലൂടെയെല്ലാം നമ്മൾ കേൾക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ പ്രാവർത്തികമാക്കി എന്നതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഗുണഫലങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. എത്രമാത്രം നമ്മളിത് പ്രാവർത്തികമാക്കി. നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, ഇപ്പം നമ്മൾ പറയാറുണ്ട് ഞാനത് പഠിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ അത് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അത് മീറ്റിങ്ങുകളിൽ ഇതിൻ്റെ അകത്ത് ആദ്യാവസാനം ഒരു ദിവസം 3-4 മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള പുരോഗതി. ഈ പുരോഗതി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭൗതിക പുരോഗതിയെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മൾ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും പറയുന്ന രീതിയിലുള്ള ഒരു ആനന്ദം, സന്തോഷം എന്നുള്ളതല്ല, ആനന്ദം, അതനുസരിച്ചുള്ള ഒരു ജീവിതം, ഇതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കൈപ്പിടിയിൽ ആക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണമെങ്കിൽ ഈ നമ്മൾക്ക് ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തത്വങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും, അല്ലെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മൾ പലപ്പോഴും ഈ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം, ഒരുപാട് സമാനതകളുണ്ട്. മദ്യപാന കാലഘട്ടത്തിൻ്റെ വിവിധ തലങ്ങളിൽ, അതതിൻ്റെ തുടക്കം മുതൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലെത്തി എയിലേക്ക് എത്തി എന്നത് വരെയുള്ള കാര്യങ്ങൾ, ഓരോരുത്തരുടെയും അനുഭവങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമാനതകളുണ്ട്. അത് ശരി തന്നെ. അനുഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു മദ്യാസക്തന് മാത്രം മറ്റൊരു മദ്യാസക്തന്റെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തൊക്കെയാണെങ്കിലും ഓരോ വ്യക്തിക്കും അവരുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടായിരിക്കും, ചിന്താഗതികൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ മദ്യപാന കാലഘട്ടത്തിലെ ജീവിതാനുഭവങ്ങൾ, മദ്യാസക്തൻ എന്നുള്ള നിലയ്ക്കുള്ള ജീവിതാനുഭവങ്ങളിൽ മാത്രമേ നമുക്ക് സമാനതകളുള്ളൂ. മറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, എൻ്റെ കുടുംബം എങ്ങനെയായിരിക്കണം, എൻ്റെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ, കുടുംബനാഥൻ എന്നുള്ള നിലയിൽ, അല്ലെ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, അല്ലെ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ, മകൻ എന്നുള്ള നിലയിൽ
ഞാൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനും, അതനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്ക് മാത്രമേ കഴിയൂ. ആ ഒരു ചിന്തയുടെയും, ആ ഒരു കാഴ്ചപ്പാടിനെയും ബേസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഈ എഐയുടെ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഒരേ സാഹചര്യത്തിലൊന്നും ആയിരിക്കുകയില്ല ഇന്ന് ഈ എഐയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും അവനവന്റെ അനുഭവങ്ങൾ സമാനതകൾ ഉള്ളതാണെങ്കിലും എഐയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യങ്ങളും എത്തിയ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായിരിക്കും. പൂർണ്ണമായിട്ടും മദ്യത്തിന് മുൻപിലുള്ള ശക്തിഹീനത സമ്മതിച്ചുകൊണ്ട് എത്തുന്ന ആളുകളുണ്ട്. ഇനിയും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മദ്യത്തിന്റെ രുചി ഒന്നോടെ അറിയാനുള്ള സാഹചര്യം ഉണ്ടായേക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അതല്ലെങ്കിൽ ഒരു എല്ലാത്തിനെയും ഒരു 2 വള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അർത്ഥമനസ്സോടെ കാര്യങ്ങളെ കണ്ടുകൊണ്ട് അതനുസരിച്ച് വേണം വേണ്ട എന്നുള്ള നിലയ്ക്കുള്ള ആശങ്കയുടെ ആശയക്കുഴപ്പത്തിൻ്റെതായിട്ടുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അല്ല അങ്ങനെയാണ് എത്തിപ്പെടുന്നത്. എത്തിപ്പെടുന്ന സാഹചര്യവും അതായിരിക്കും. പക്ഷേ നമ്മുടെ കൂട്ടായ്മ തന്നെ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വർഷങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് കടന്നു പോകുമ്പോൾ നമ്മുടെ ആ പിന്നോട്ടുള്ള എഐയിലൂടെയുള്ള സഞ്ചാരത്തിലൂടെയും ജീവിതത്തിലൂടെയും നമ്മൾ ആളുകളെ മനസ്സിലാക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് കൂട്ടായ്മ തന്നെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിയായ അടിതട്ടൽ ഉണ്ടായ ആളുകളിലാണ് മാറ്റങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രകടമായിട്ടുള്ളത്. ശരിയായ അടിതട്ടൽ ഉണ്ടായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 1-ാം പടിയുടെ ആദ്യ ഭാഗം, അതായത് മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത അംഗീകരിക്കാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. അത് അംഗീകരിക്കാത്തിടത്തോളം കാലമാണ് ഞാൻ മുൻപും അതിൻ്റെ അകത്ത് ഇപ്പൊ ഞാൻ മാത്രമല്ല ഇപ്പൊ നമ്മുടെ എയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും കുടിയിലേക്ക് നമ്മൾ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ശക്തിഹീനതയുടെ കാര്യത്തിൽ നമുക്കുള്ള ആ ഒരു സംശയം അല്ലെങ്കിൽ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നുള്ള ഒരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ ബാക്കി വെച്ചുകൊണ്ട് എയിൽ നിൽക്കുകയും എയെ സമീപിക്കുകയും നമ്മുടെ രോഗത്തെ കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കൂടിയിരിക്കുന്നത്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ശരിയായ അടിത്തട്ടൽ കിട്ടിയ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത അംഗീകരിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ലായിരുന്നു. ആദ്യമേ തന്നെ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഒരു കുടിയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്കിലും ഒരു കുടിയിലേക്കുള്ള പോക്ക് അതെന്തായിരിക്കും അതിന്റെ പരിണതഫലം എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ചിന്തയോ അല്ലെ ഒരു ധാരണയും ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ കൂട്ടായ്മ പറയുന്ന രീതിയിൽ ആ കരുതലോടെ നിൽക്കാൻ അതിൻ്റെ അകത്ത് വളരെയധികം ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് നമ്മള് ഈ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ള ആ ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ഈ തത്വങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. ഇപ്പം കുടിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു. കുടിയാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എന്നുള്ള ചിന്തയാണ് എഐയിൽ എത്തുന്നിടം വരെ നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടായ്മ പറയുന്നതനുസരിച്ച് കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ കുടിയിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ അനിയന്ത്രിതമാക്കിയ താറുമാറാക്കിയ 1-ാം പടിയുടെ 2-ാം ഭാഗം അതെന്തായിരുന്നു അല്ലെ അങ്ങനെ ഒരു ഘട്ടവും കൂടി അല്ലെ അങ്ങനെ ഒരു ഭാഗവും കൂടി എൻ്റെ ജീവിതത്തിലുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും സംദിഗ്ധമായിട്ടുള്ള ഘട്ടം അല്ലെങ്കിൽ ഭാഗമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ എഐയുടെ തത്വങ്ങളെ സമീപിക്കുകയും അതുപോലെ തന്നെ എൻ്റെ ജീവിതം മാറുന്നതിന് വേണ്ടി ഈ തത്വങ്ങൾ ഏത് രീതിയിൽ നമ്മൾ അതിനകത്ത് വർക്കൗട്ട് ചെയ്യണം അല്ലെ ഞാൻ എൻ്റെ ജീവിതത്തെ പ്രാവർത്തികമാക്കണം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോകുന്നത്. അതിന്റെ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഗുണകരമാക്കിയ അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദൈനംദിന വിലയിരുത്തൽ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ ചേരുന്നതാണ് ഒരു ദിവസമെന്നും ദിവസങ്ങൾ ചേരുന്നതാണ് ആഴ്ചകളെന്നും ആഴ്ചകൾ ചേരുന്നത് മാസങ്ങളും മാസങ്ങൾ ചേരുന്നത് വർഷങ്ങളാണ്. ഇതെല്ലാം നമുക്ക് നല്ല ബോധ്യമുള്ള അത് കുടിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഏത് അബോധാവസ്ഥയിലും നമുക്ക് ഇതെല്ലാം കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾ. അപ്പൊ എൻ്റെ ഈ ഒരു നിമിഷം ഈ മണിക്കൂർ ഇന്നത്തെ ദിവസം
അതിനെ ഞാൻ എങ്ങനെ ക്രമപ്പെടുത്തുന്നു അതിനനുസരിച്ചിരിക്കും എൻ്റെ ആഴ്ചകളും, മാസങ്ങളും, വർഷങ്ങളും എന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ഈ തരത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് ഞാൻ പലപ്പോഴും ആദ്യകാലത്തൊക്കെ അത് ഏറ്റവും നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈനംദിന വിലയിരുത്തൽ അതിന്റെ ഓരോ ദിവസത്തെയും പോസിറ്റീവും നെഗറ്റീവും എൻ്റെതായ ആ ഒരു ശരിപ്പെടുത്തലുകളും തെറ്റുകളും ഇതെല്ലാം എഴുതി തന്നെ ഞാൻ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വിശകലനം ചെയ്യുമായിരുന്നു, വിലയിരുത്തുമായിരുന്നു. അത്തരം ഒരു വിലയിരുത്തലിനെ വെച്ചുകൊണ്ട് ഓരോ വർഷവും നമ്മൾ അതിൻ്റെ അകത്ത് ഈ കുടിക്കാതെ എയിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഓരോ വർഷത്തെയും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതെല്ലാം കാര്യങ്ങളിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, ഏതെല്ലാം കാര്യങ്ങളിൽ ഇനിയും അത് അവശേഷിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിൽ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഏതെല്ലാം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, എൻ്റെ ചിന്താഗതികളിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് ശരിക്കും ഈ ദൈനംദിന വിലയിരുത്തൽ തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പൊ ഈ ദൈനംദിന വിലയിരുത്തൽ അതിന് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ എയിലൊക്കെ എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ മറ്റു പല പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതലേ മറ്റു പല കാര്യങ്ങളുമായിട്ട് സാമൂഹികപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിരുന്നുകൊണ്ടിരുന്ന ആളായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ കുറെ അറിവുകളും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതായ കുറെ ആശയങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു കൂട്ടായ്മയുടെ. അപ്പം നമ്മളതിൻ്റെ അകത്തൊരു സംഘടന എന്നുള്ള നിലയ്ക്കല്ല നമ്മുടെ എ കാണുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ഒരു ഫെലോഷിപ്പ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ഒരു കൂട്ടായ്മയാണെങ്കിലും അതിൻ്റെ വളർച്ചയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് വിമർശനവും സ്വയം വിമർശനവും. അത് ഈ വിമർശനവും സ്വയം വിമർശനവും എന്നുള്ളത് ഞാൻ എയിൽ നിന്ന് കേട്ടിട്ടുള്ളതല്ല, അതിന് മുൻപ് തന്നെ ഞാൻ ഇത് കേട്ടിട്ടുള്ള. അത് എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. അമിതമായിട്ടുള്ള കുടിയിലേക്ക് പോകുമ്പോൾ ശരിക്കും ഞാൻ എല്ലാം തികഞ്ഞ ഒരാളല്ലെന്നും എനിക്ക് ഒരുപാട് കുറവുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കുറവുകളും കുഴപ്പങ്ങളെയും ഒക്കെ ഞാൻ തിരിച്ചറിയുന്നതിലൂടെ അത് തിരുത്തുന്നതിലൂടെയാണ് എനിക്ക് പുരോഗതി ഉണ്ടാവുന്നതെന്നും ഒരു കൂട്ടായ്മ നിൽക്കുമ്പോൾ അതിൻ്റെ പൊതുവായ നന്മയും അതിൽ നിൽക്കുന്ന ആളുകളുടെ പുരോഗതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്നിലുള്ള കുറവുകളും തെറ്റുകളും അതിൻ്റെ അകത്ത് ഞാൻ സ്വയം തിരിച്ചറിയുകയും അത് ഞാൻ അതിൻ്റെ അകത്ത് ഏറ്റുപറയുകയും അതോടൊപ്പം തന്നെ കൂട്ടായ്മയുടെ പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ ഇത്തരത്തിലുള്ള വീഴ്ചകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ അവരെയും നമ്മൾ വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ആ കൂട്ടായ്മ ഏറ്റവും നല്ല നിലയിൽ അതിലെ അംഗങ്ങൾക്ക് പ്രയോജനകരമായ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് നേരത്തെ തന്നെ എത്തുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏതൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അത് ഒരു കാര്യം എന്നോട് പറയുകയാണെങ്കിൽ ചെയ്തത് ശരിയായില്ല, അല്ല അത് അങ്ങനെയായിരുന്നു, അല്ല ഇങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അത് സമ്മതിച്ചില്ലെങ്കിൽ പോലും ഞാനത് വീട്ടിലെത്തിയതിന് ശേഷം വല്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ആ കുട്ടി ഒരുപക്ഷെ അതൊരു കൊച്ചുകുട്ടിയായിരുന്നായിരിക്കാം, എന്നേക്കാൾ ഒരുപാട് പ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാടുള്ള ഒരു കുട്ടി എന്നുള്ള നില ഞാൻ തള്ളിക്കളയാറില്ലായിരുന്നു. ആ കുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് സ്വയം എന്നോട് തന്നെ ചോദിക്കുകയും അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ വെറുതെ ആ കുട്ടി പറയുകയല്ലോ എന്നൊരു ചിന്തയിൽ നിന്നും അതെന്തായിരുന്നു ആ പറഞ്ഞ കാര്യം എന്നുള്ളത് സ്വയം ഒന്ന് ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും തിരുത്താനും അന്ന് തന്നെ ശ്രമിച്ചിരുന്നു. അത് ഏഴരൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ശ്രമിച്ചിരുന്നു. പിന്നെ കുടിയൊക്കെ അതിൻ്റെ അകത്ത് ഏറ്റവും മൂർധന്യ അവസ്ഥയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പം പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് മറ്റുള്ളവർ പറയുന്നത് അത് വസ്തുതയാണെന്ന് നമുക്കറിയാമെങ്കിലും പരസ്യമായിട്ട് അംഗീകരിക്കാറില്ലായിരുന്നു. പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കില്ലായിരുന്നു. എങ്കിലും അപ്പോഴും ഈ വെളിയിലിറങ്ങി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിയുമ്പോഴോ ഒക്കെ ചിന്തിക്കും, ആ പറഞ്ഞതിൽ ചില കാര്യങ്ങളില്ലേ, ഇപ്പൊ ഞാൻ ചെയ്തതും പറഞ്ഞത് മാത്രമല്ലല്ലോ ശരി, അതിൽ ചില കാര്യങ്ങളില്ലേ എന്നുള്ള ഒരു സ്വയം വിലയിരുത്തൽ അതിൻ്റെ അകത്ത് അന്നും ചെയ്തു പോരുന്നിരുന്നു. അപ്പൊ ആ ഒരു തിരിച്ചറിവ്, അത്തരത്തിലുള്ള ഒരു വിമർശനം, സ്വയം വിലയിരുത്തൽ, അതിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ പരിഹരിക്കൽ, അത് എന്തുകൊണ്ടും ഒരു വ്യക്തിയുടെ വളർച്ചയെ വല്ലാതെ അതിൻ്റെ അകത്ത് സഹായിക്കുമെന്നുള്ള ഒരു ബോധ്യപ്പെടൽ മുൻപേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എത്തിയതിന് ശേഷം ആദ്യം മുതൽ തന്നെ അതിൻ്റെ അകത്ത് പാലിച്ചു പോരാൻ ശ്രമിച്ചു. അതിൽ ഈ സ്വയം വിലയിരുത്തലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ദൈനംദിന വിലയിരുത്തൽ എന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസവും എന്ന് പറയുന്നത് ആഴ്ചയുടെയും മാസത്തിന്റെയും വർഷത്തിന്റെയും അടിസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ പ്രോഗ്രാം ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള നമ്മുടെ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി, അല്ലെ ഒരു കർമ്മം നമ്മൾ 24 മണിക്കൂർ ഒരു ദിന പരിപാടിയാക്കി മാറ്റിയിരിക്കുന്നതും ആ ദിവസത്തിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദൈനംദിന വിലയിരുത്തൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം, ഈ ദൈനംദിന വിലയിരുത്തലിന്റെ ഏറ്റവും നല്ല 2 ഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന്, നമുക്കറിയാം കൂട്ടായ്മയിലെത്തി നമ്മൾ ഈ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞു. അത്തരം രോഗമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് നിലയിലാണ് പിന്നെ മുന്നോട്ട് പോകേണ്ടത്, ജീവിക്കേണ്ടത്, അല്ലെ ഒരു മദ്യാസക്ത രോഗിയുടെ ജീവിതം ഏത് രീതിയിലായിരിക്കണം, അതിനൊരു മദ്യാസക്ത രോഗി പാലിക്കേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെ എന്നടങ്ങുന്നതാണല്ലോ നമ്മുടെ സുബോധ ജീവിതം എന്ന് പറയുന്ന പുസ്തകം. ഈ സുബോധ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അതിൻ്റെ അകത്തൊരു 29ഓളം കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തം 30 കാര്യങ്ങളാണല്ലോ ഒന്നാം പുസ്തകത്തെക്കുറിച്ചും, ബാക്കി 29 ഒരു മദ്യാസക്ത രോഗി മദ്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഏത് രീതിയിൽ ജീവിക്കണം, അതിന് പാലിക്കേണ്ട കാര്യങ്ങളും ജാഗ്രതയും എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ ദൈനംദിന വിലയിരുത്തലിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അതിലൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഈ മദ്യരഹിത ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ജീവിതക്രമം മാറ്റുക. 2, പഴയ ആശയങ്ങളെ നമ്മൾ അതിൻ്റെ അകത്ത് കൈവിടുക. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളുള്ളതിൽ ഈ 2 കാര്യങ്ങൾ ദൈനംദിന വിലയിരുത്തലിലൂടെ നമുക്ക് അതിൻ്റെ അകത്ത് ശരിപ്പെടുത്തി എടുക്കേണ്ട, അല്ലെങ്കിൽ ശരിപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ എത്തിയതിനു ശേഷം നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് എത്തുന്നതിനും, അതുപോലെ തന്നെ ഒരു പുരോഗതി ഉണ്ടാകുന്നതിനും, വളർച്ച ഉണ്ടാകുന്നതിനും, ആത്യന്തികമായി നമ്മുടെ ഒരു മദ്യാസക്തന്റെ എല്ലാ തലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് സഹായിക്കുന്നത്. ജീവിതക്രമം മാറ്റുക, പഴയ ആശയങ്ങൾ കൈവിടുക. ഈ ദൈനംദിന വിലയിരുത്തലിന്റെ ഫലമായിട്ട് നമ്മൾ ആദ്യം തന്നെ ശരിക്കും നമ്മൾ അറിയാമല്ലോ, കുടിയിൽ നിന്നൊക്കെ മാറി നിന്നാൽ പോലും കുറെ ദിവസങ്ങൾ കൊണ്ട് ശരിക്കും നമ്മൾ ഏകദേശം ഒരു സ്വബോധത്തിലേക്ക്, നമുക്ക് ആദ്യം വരുന്ന സുബോധമല്ലല്ലോ, സ്വബോധമാണല്ലോ, സാനിറ്റി ആണല്ലോ. ആ സാനിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യം, വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, മദ്യപാനത്തിന്റെ ഏറ്റവും ദൂഷ്യവശങ്ങളും ദുരിതങ്ങളും യാതനകളും ഒരുപോലെ അനുഭവിച്ചിട്ടുള്ള ഒരാള്, അതിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുപാട് വഴികൾ, ഒരുപാട് മാർഗങ്ങൾക്ക് പുറകെ നമ്മൾ അതിൻ്റെ അകത്ത് പാഞ്ഞിട്ടുള്ള ഒരവസ്ഥ, ശരിയായ എൻ്റെ പ്രശ്നവും അതിനുള്ള പരിഹാരവും എത്തിയപ്പോൾ കണ്ടെത്തിയ ഞാൻ, ആ തിരിച്ചറിഞ്ഞ അല്ലെ കിട്ടിയ ഒരു നല്ലൊരു അവസ്ഥ, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് സഹായിക്കുന്ന ആ ഒരു കൂട്ടായ്മ, അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എനിക്ക് ദീർഘകാലം സുബോധവാനായിരിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്താനും ജീവിതത്തെ മെച്ചപ്പെടുത്താനും കൂട്ടായ്മ പറയുന്ന രീതിയിലുള്ള ഒരു സന്തോഷവും സമാധാനവും ആനന്ദവും എനിക്കും എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും ഉണ്ടാക്കാനും എനിക്ക് കഴിയണമെങ്കിൽ, ഞാൻ അതുവരെ എന്ന് പറഞ്ഞാൽ എത്തുന്നത് വരെ ഞാൻ ഏത് രീതിയിലുള്ള ഒരു ജീവിതക്രമമായിരുന്നോ ഞാൻ അതിൻ്റെ അകത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, ആ ജീവിതക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്. രണ്ടാമത്, ഞാൻ എത്തുന്നിടം വരെ ഏതെല്ലാം ചിന്താഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപിച്ച ഘട്ടത്തിൽ എൻ്റെ ചിന്തകൾ ഏതെല്ലാം വഴിക്ക് പോകുന്നു, ഓരോ കാര്യങ്ങളെ ഞാൻ എങ്ങനെ സമീപിക്കുന്നു, മദ്യപിക്കാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെ സമീപിക്കുന്നു, എത്തിയതിനു ശേഷവും അതേ ചിന്താഗതികൾ, അല്ലെങ്കിൽ കഴിഞ്ഞകാല ജീവിതക്രമവും കഴിഞ്ഞകാല ചിന്താഗതിയും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ജീവിതത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നതിനോ സഹായിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇനിയും അത് ചെയ്യാൻ തുടരാൻ പറ്റുമോ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് മുഴുവനും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ആളുകളൊന്നും അല്ല നമ്മൾ. ഒരുപാട് ശരികളും അതിൻ്റെ ഇടയിലുണ്ട്. ആ ശരികളെ നമ്മൾ കൂടുതൽ ശരിയാക്കി എടുക്കുകയും തെറ്റായ കാര്യങ്ങളെ അതിൻ്റെ അകത്ത് നമ്മൾ തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ ദൈനംദിന വിലയിരുത്തലിലൂടെ ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ചിന്താഗതികളുമായിട്ട് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവിലൂടെ
മാറ്റേണ്ട ചിന്താഗതികളെ നമ്മൾ മാറ്റുക. അതുപോലെ തന്നെ ജീവിതക്രമം മാറ്റുക. ഈ ജീവിതക്രമം മാറ്റുന്നതിനെ കുറിച്ച് നമ്മുടെ സുബോധ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കുടി നിർത്തിയപ്പോൾ മദ്യപാനത്തെ ചുറ്റി നിൽക്കുന്ന ചില ശീലങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും സാധ്യമായിടത്തെല്ലാം കുടിയുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ മാറ്റുന്നതും പ്രയോജനപ്രദമാണെന്ന് കണ്ടു. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഈ ദൈനംദിന വിലയിരുത്തലിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞകാല ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും ആ ജീവിതത്തെ ഒന്ന് വിലയിരുത്തലും അതേ കാര്യങ്ങളിലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതക്രമം മാറ്റണം. ആ ജീവിതക്രമം മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ ആ സുബോധ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിലെ ജീവിതക്രമം മാറ്റുക, പഴയ ജീവിതക്രമങ്ങൾ മാറ്റുക എന്നുള്ള ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല. ഇനി കുടിക്കാതിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദിനചര്യകൾ മാറ്റിമറിക്കുകയും അവയിലെ ഓരോ കാര്യങ്ങളും നേരത്തെ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായ ക്രമത്തിൽ ചെയ്യുന്നതുമാണ് പ്രയോജനപ്രദമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ ജീവിതക്രമം മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ന് ഒരേ കാര്യങ്ങൾ ചെയ്യുകയും വ്യത്യസ്തമായിട്ടുള്ള ഫലം വേണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയല്ലല്ലോ നമുക്ക് അതിനറിയാം. പണ്ട് കാരണന്മാര് പറയുന്ന പോലെ മത്തം കുത്തിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുമ്പളം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയല്ലോ, അത് മത്തങ്ങ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് എത്തിയതിനു ശേഷം പഴയ ജീവിതക്രമം നമ്മൾ തുടരുകയും എന്നാൽ വ്യത്യസ്തമായ ഫലം വേണം നമ്മൾ നിർബന്ധം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടിയല്ല. അപ്പൊ നമ്മുടെ ജീവിതക്രമങ്ങൾ മാറണം. മുൻപ് എന്തായിരുന്നു എൻ്റെ ജീവിതക്രമം, ആ ജീവിതക്രമം മാറ്റണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ദൈനംദിന വിലയിരുത്തലിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മൾ ക്രമപ്പെടുത്തണം. നമ്മൾ ഉണരുമ്പോൾ മുതൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ അകത്ത് മദ്യപിക്കാതിരിക്കുന്നതിന് കൂട്ടായ്മ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതേപടി പാലിക്കുക. ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ഇതുവരെയുള്ള ആ ജീവിത രീതിയിൽ നിന്നും ഒന്ന് വഴിമാറ്റി വിടുക, ഒന്ന് വഴിമാറി സഞ്ചരിക്കുക, നല്ലതിനെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നതിനെ അതായത് ആ പാത തുടരുന്നതോടൊപ്പം തന്നെ തിരുത്തപ്പെടുന്നതിനെ തിരുത്തുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏരെത്തി ഞാൻ വളരെ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴും എത്തിയിട്ടും ഇപ്പോഴും എൻ്റെ പഴയ ജീവിതക്രമത്തിലെ മാറ്റപ്പെടേണ്ട കാര്യങ്ങളെ ഞാൻ ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് തന്നെയാണോ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തലിലൂടെ നമ്മൾ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യണം. അതിന് തയ്യാറല്ല എങ്കിൽ നമ്മൾ കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള ആ ഒരൊറ്റ ഗുണകരമായ ഒരു കാര്യം ഉണ്ടാകുന്നു. അത് മറ്റു തരത്തിലുള്ള പ്രയോജനങ്ങളൊന്നും മറ്റു തരത്തിലുള്ള ജീവിത മാറ്റങ്ങൾക്കൊന്നും കാരണമാവില്ല. കാരണം നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നിൽക്കുന്നത് കുടിയിൽ മാത്രമല്ല, വൈകാരിക തലത്തിലാണ്, മാനസിക ആത്മീയ തലങ്ങളിലാണ്. അതിന് മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ജീവിത രീതിയെ നമ്മൾ കൈവിട്ടേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ മാറ്റിയേ മതിയാവുള്ളൂ. അത് ഈ ദൈനംദിന വിലയിരുത്തലിലൂടെ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് പണ്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വരുമ്പോൾ വഴക്കുണ്ടാക്കുമായിരുന്നു, ഭാര്യയെ ചീത്ത വിളിക്കുമായിരുന്നു, അവരുടെ കാരണന്മാരെ ചീത്ത വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു, അസഭ്യം പറയുമായിരുന്നു, തെറി പറയുമായിരുന്നു, വല്ലാതെ ശോഭിക്കുമായിരുന്നു, പ്രകോപിതനാകുമായിരുന്നു, ചീത്ത വിളിക്കുമായിരുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളൊക്കെ ഞാൻ നടത്തുമായിരുന്നു. എത്തിയതിനു ശേഷവും കുടിയിൽ നിന്ന് മാറി നിന്നതിന് ശേഷവും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ കുടിയിൽ നിന്ന് മാറി നിന്നു, ഇപ്പം 10 ദിവസമായിട്ട് ഞാൻ പുതുതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുകയാണ്, കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് 10 ദിവസമായി. 10 ദിവസമായിട്ട് എനിക്ക് കോപമില്ല, ദേഷ്യമില്ല, ഞാൻ പ്രകോപിതനല്ല, ഞാൻ ചീത്ത വിളിക്കാറില്ല, ഭാര്യയോട് ദേഷ്യപ്പെടാറില്ല, കുടുംബാംഗങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ഇതൊക്കെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% നുണയായിരിക്കും. കാരണം കുടിയിൽ നിന്ന് 10 ദിവസം കൊണ്ട് മാറി നിന്നു, എന്നാൽ ഈ പറയുന്ന തരത്തിലുള്ള വൈകാരിക തലത്തിലുള്ള ഈ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് 10 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയല്ല എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. അത് ഈ വിലയിരുത്തലൂടെ നമുക്ക് പറ്റും. അതിന് നമുക്ക് സമയം വേണം, വെറും സമയമല്ല, ഒരുപാട് സമയം.
നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ഫലം ആഗ്രഹിക്കുന്നവരാ. അല്ലെങ്കിൽ പെട്ടെന്ന് ഫലം വേണം. നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിവരുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സമയമുണ്ട്. ഒരു കപ്പ നട്ട് കഴിഞ്ഞാൽ 1 വർഷം, അല്ലെങ്കിൽ ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ അതിന്റെ കൊല കിട്ടുന്നതിന് 1 മാസം, ഒരു റബ്ബർ നട്ട് കഴിഞ്ഞാൽ അതിന്റെ വിളവ് നമുക്ക് ലഭിക്കുന്നതിന്. അപ്പോൾ ഓരോന്നും നമ്മൾ അതിന്റെ അകത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഒരു കാലക്രമമുണ്ട്. അതുവരെ നമ്മൾ ഈ കാര്യങ്ങളെയെല്ലാം നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്ത് പരിചരിക്കുകയും വേണ്ടത്ര വളവും വെള്ളവും ഒക്കെ ചേർത്ത് നന്നായിട്ട് പരിപാലിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫലം ഉണ്ടാകുന്നത്. ആ ഫലം കിട്ടുന്നിടം വരെ നമ്മൾ കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാവണം. അതിനുള്ള സഹിഷ്ണുത നമുക്കുണ്ടാവണം. അത് കുടിയിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെ അത്ര പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതല്ല. അതിന് നല്ല സമയം വേണ്ടിവരും. അപ്പൊ അതിനു വേണ്ടി ഈ ദൈനംദിന വിലയിരുത്തലിലൂടെ നമ്മൾ ഈ കാര്യങ്ങള് പതുക്കെ പതുക്കെ ക്രമപ്പെടുത്തി കഴിയുമ്പോള് ജീവിതക്രമം നമ്മൾ മാറ്റുന്നതിലൂടെ ഒരുപാട് പുരോഗതി മാറ്റങ്ങൾ ഉണ്ടാവും. രണ്ടാമത് നമ്മുടെ ചിന്താഗതി. പണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങള്, ഇപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നടക്കേണ്ടത്, അത് മുഴുവൻ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. അതിന്റെ ഫലങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കണമെന്ന് ചിന്തിക്കുകയും അതിന്റെ 1% പോലും ഫലം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ നടക്കാതിരിക്കുകയും ചെയ്ത ഒരു ജീവിതമായിരുന്നു എഐയിൽ എത്തുന്നതിന് മുൻപും എഐയിൽ എത്തിയതിന് ശേഷവും എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എനിക്ക് എൻ്റെ ദേഷ്യം ഉണ്ടാവും, നിരാശ ഉണ്ടാവും. അതിൻ്റെ അകത്ത് കൂട്ടായ്മയിൽ എത്തിയിട്ടും കുടിക്കാതിരുന്നിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുക എന്നുള്ള ആ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നമുക്ക് ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെല്ലാം നമുക്ക് അതിൻ്റെ അകത്തൊരു സമയം വേണ്ടി വരും. അപ്പൊ എൻ്റെ ആ പഴയ ചിന്താഗതി, മുൻപ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന് ഞാൻ ശാഠ്യം പിടിച്ചിരുന്നു എങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ, അതായത് എയിൽ എത്തിയതിന് ശേഷം നമ്മളെക്കാൾ വലിയൊരു ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. എൻ്റെ ഇച്ഛയേക്കാൾ അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കുന്ന കാര്യങ്ങൾക്ക് അത് അദ്ദേഹത്തിന്റെ ഇംഗിതപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ ഇംഗിതപ്രകാരം ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഞാൻ തയ്യാറാകണം. അത് ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ആ വലിയ ശക്തിയുടെ തീരുമാനപ്രകാരമുള്ളതാണ്, അല്ലെങ്കിൽ നിശ്ചയപ്രകാരമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ, അല്ലെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമ്പോഴേ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുള്ളൂ. അതും പെട്ടെന്ന് നടക്കുന്നതല്ല. സമയമെടുക്കും. നല്ല സമയമെടുക്കും. നല്ല സമയമെടുക്കുകയും ശരിക്കും പ്രവൃത്തി നല്ല രീതിയിൽ, എന്ന് പറഞ്ഞാൽ എയുടെ തത്വങ്ങൾ അല്ലെങ്കിൽ എ പറയുന്ന ജീവിത രീതി എന്താണോ, അല്ലെ ആ നിർദ്ദേശങ്ങൾ എന്താണോ, ആ നിർദ്ദേശങ്ങൾ നമ്മൾ എങ്ങനെ അതിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാന്. അപ്പൊ അതിൻ്റെ അകത്ത് വളരെ പെട്ടെന്ന് ഇപ്പം കുടി നിർത്തി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ ചിന്തിച്ചിരുന്ന ചിന്താഗതികൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവുകയില്ല. നമ്മുടെ ഇച്ഛയും ജീവിതവും ആ ഒരു ശക്തിക്ക് അതിൻ്റെ അകത്ത് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുകയില്ല. അതൊന്നും ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതായ കാര്യങ്ങളല്ല. നടക്കുകയില്ല. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ഒരു 2, 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളും ദൈനംദിന വിലയിരുത്തലും ഒക്കെ നടക്കുമ്പോഴും എന്നെക്കൊണ്ട് സാധ്യമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കഴിയുമെങ്കിൽ എന്റെ ആഗ്രഹം അനുസരിച്ച് തന്നെ നടക്കണമെന്നുള്ള ആ ഒരു ചിന്ത അന്നും ഉണ്ടായിരുന്നു. കുറഞ്ഞ അളവിലാണെങ്കിലും ഇന്നും ഉണ്ട്. അപ്പൊ എന്നെക്കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ആ വലിയ ശക്തിക്ക് അങ്ങ് വിട്ടുകൊടുക്കുന്നു. ഇതെല്ലാം ആ ശക്തിയുടെ തീരുമാനപ്രകാരം എന്നുള്ള നിലയ്ക്ക്. ആ ഒരു ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ ആ അർത്ഥമനസ്സോടെയുള്ള ആ ഒരു വിശ്വാസം ഒന്നും നമ്മുടെ ഇതിന്റെ അകത്ത് ഗുണം ചെയ്യല. അതൊന്നും നമ്മുടെ ഇതിന്റെ അകത്തില്ല. ഇതിന്റെ അകത്ത് രണ്ടേ രണ്ട് ഒരു ഉത്തരവുള്ളൂ. ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഉണ്ടില്ല അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ഒരു പരിപാടി അത് നമ്മുടെ കൂട്ടായ്മയിലില്ല. അപ്പൊ ഈ ഇടയ്ക്കുള്ള പരിപാടിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് കൂടുതലും. അപ്പൊ ഇടയ്ക്കുള്ള പരിപാടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ
കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുകയും, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ എന്റെ ഇഷ്ടത്തിനനുസരിച്ചും എന്നെക്കൊണ്ട് സാധ്യമാകാത്തതൊക്കെ അതിന്റകത്ത് വലിയ ശക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചും എന്നുള്ള ആ ഇരട്ടത്താപ്പ് നമ്മൾ അതിന്റകത്ത് മാറ്റി വെക്കാതെ, എല്ലാ കാര്യങ്ങളും ആ വലിയ ശക്തിയുടെ തീരുമാനപ്രകാരമാണ് ദൈനംദിനം എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ നമ്മളിലേക്ക് സ്വീകരിക്കാനും തയ്യാറാകുന്ന അവസ്ഥയിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തണമെങ്കിൽ അതിന് ശരിക്കും മദ്യപിക്കാതിരിക്കുന്ന ദിവസങ്ങളുടെ ആ ഒരു കാലയളവ് പോരാ ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിലൂടെ നമ്മുടെ ഈ ചിന്താഗതികൾ നമ്മൾ മാറ്റും. ഈ 2 കാര്യങ്ങളിലാണ് അത് നമുക്ക് ദൈനംദിനം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കൃത്യമായ വിലയിരുത്തൽ നടത്തുന്നതിലൂടെ നമ്മുടെ ജീവിതക്രമത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താം. എഐയിൽ എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിത രീതി, ജീവിതക്രമം നമുക്ക് ഗുണം ചെയ്തിരുന്നില്ല. അത് ഗുണം ചെയ്യാത്ത കാര്യങ്ങളെ നമ്മൾ അതിൻ്റെ അകത്ത് മാറ്റി പുതിയതിനെ സ്വീകരിക്കണം, തിരുത്തേണ്ടതിന് തിരിക്കണം. എന്റെ ജീവിതം അനിയന്ത്രമായി പോവുകയും അമിതമായ കുടിയിലേക്ക് പോകുന്നതിനും എന്റെ ഒരുപാട് തെറ്റായ ചിന്തകളും മിഥ്യാധാരണകളും കാരണമായിട്ടുണ്ട് എന്നുള്ള എഐയിൽ എത്തിയതിനു ശേഷമുള്ള തിരിച്ചറിവിലൂടെ ആ ചിന്തകളെ നമ്മൾ മാറ്റണം. ഇത് രണ്ടും നമുക്ക് ദൈനംദിന ആയിട്ടുള്ള വിലയിരുത്തലിലൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ എഐയിൽ എത്തിയതിൽ വല്ല കുടിയിൽ നിന്ന് മാറി നിന്നു, എയുടെ എല്ലാ മീറ്റിങ്ങുകളിൽ പോകുന്നു, ലിറ്ററേച്ചറുകൾ വായിക്കുന്നു, വാർഷികങ്ങളിൽ പങ്കെടുക്കുന്നു, ഘോരമായിട്ടുള്ള വിഷയങ്ങളുടെ അവതാരകരുടെ അവതരണങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം ഉണ്ടാവുന്നു. വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം കേട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മളിലുള്ള ദേഷ്യം പൂർണ്ണമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് പോവോ? കോപം പോവോ? അസൂയ പോവോ? നീരസം പോവോ? മറ്റുള്ളവരുടെ വിദ്വേഷം പോവോ? ഇതൊന്നുമില്ല. ഞാനൊക്കെ അതിൻ്റെ അകത്ത് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ വളരെ അമിതമായിട്ട് പൊട്ടിത്തെറിച്ചതായ ഒരുപാട് സംഭവങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് പ്രകോപിതനായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണമെങ്കിൽ ഈ തത്വങ്ങൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ വിലയിരുത്തലിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ തിരുത്തേണ്ടതിനെയും മാറ്റുന്നതിലൂടെയും തിരുത്തുന്നതിലൂടെയും നമ്മളിലെ അഹങ്കാരം കുറേശ്ശെയായിട്ട് ഇറങ്ങിപ്പോവും. എനിക്ക് വളരെ കൃത്യമായിട്ടും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, നമ്മളിലെ അഹങ്കാരം കുറേശ്ശെയായിട്ട് കുറഞ്ഞു തുടങ്ങും. ആ അഹങ്കാരം കുറയുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് കുറച്ചൊക്കെ സഹിഷ്ണുതയും കുറച്ചൊക്കെ ക്ഷമയും അതുപോലെ എളിമയും പതുക്കെ വന്നു തുടങ്ങും. അത് എത്ര അളവിൽ നമ്മുടെ അഹങ്കാരം കുറയുന്നു അത്ര അളവിൽ ഇതൊക്കെ പതുക്കെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു എളിമയുടേതായ ഒരു അംശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഈ ശക്തിയിലുള്ള ആ ഒരു വിശ്വാസം നമുക്ക് കൂടിക്കൂടി വരികയുള്ളൂ. ആ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഈ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഈ പറഞ്ഞ നമ്മൾ എത്ര അളവിൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞാനിപ്പം 10 വർഷം കുടിക്കാതിരിക്കുന്നു എന്നുള്ളത് ഒരു മാനദണ്ഡവുമല്ല. 10 ദിവസവും ഞാൻ കുടിക്കാതിരുന്നിട്ടുള്ളെങ്കിലും ആ 10 ദിവസം കൊണ്ട് എൻ്റെ ജീവിതക്രമം മാറ്റുന്നതിനും എൻ്റെ ചിന്താഗതികൾ മാറ്റുന്നതിനും പഴയ ചിന്താഗതികൾ മാറ്റുന്നതിനും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിന് ഞാൻ ദൈനംദിന വിലയിരുത്തലിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി, അത് കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ മാത്രമേ, അല്ലാണ്ട് വർഷങ്ങളുടെ കണക്ക് അതിൻ്റെ അകത്തൊരു മാനദണ്ഡമേ അല്ല. ഈ വർഷങ്ങളായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡി എഡിഷൻ സെന്ററിൽ എല്ലാ മാസവും ഒരു മീറ്റിങ്ങിൽ അവിടെ പങ്കെടുക്കും, നമ്മുടെ PI പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്. എൻ്റെ ഒരു പഴയകാല സുഹൃത്തിനെ, പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ വെച്ച് കണ്ടു. 13 വർഷക്കാലം പുള്ളി എയിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. എയിൽ ഉണ്ടെന്നൊക്കെ എനിക്കറിയാമായിരുന്നു, ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. 13 വർഷക്കാലം ഞാൻ അവിടെ ചെന്ന് ഈ മീറ്റിങ്ങിൽ ആ ഡി എഡിഷൻ സെന്ററിലെ മീറ്റിംഗിൽ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു 2 മാസം മുൻപ് വരെ 21 ദിവസം ആ ചികിത്സാലയത്തിൽ ചികിത്സ തേടി എത്തിയ ഒരാളായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് തന്നെ എൻ്റെ അനുഭവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 13 വർഷക്കാലം അദ്ദേഹം കുടിക്കാതിരുന്നു, വീണ്ടും കുടിച്ചു, വീണ്ടും ചികിത്സ തേടി. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ കുടിക്കാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം മാറിയാൽ അതിന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്നെ ഞാൻ തിരിച്ചറിയുക എന്നുള്ള വലിയൊരു പ്രധാനപ്പെട്ട സ്വയം വിലയിരുത്തൽ, ദൈനംദിന വിലയിരുത്തൽ, അത് കൃത്യമായിട്ടും പാലിച്ചുകൊണ്ട് എൻ്റെ ജീവിതം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണ, അതിന് പറയുന്ന തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു
എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും എൻ്റെ ജീവിതം മാറുന്നത്. ഇതൊരു മദ്യാസക്തന് വേണ്ടി മാത്രമുള്ള ഒരു സംഭവങ്ങളൊന്നും അല്ല. ഇതിന്റെ എഐയുടെ ജീവിതരീതി നമുക്ക് നമ്മളൊക്കെ അതിന്റകത്ത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീ പുരുഷന്മാർ എഐയുടെ തത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ അത് പാലിക്കുന്നുണ്ട്. കാരണം ഒരു ജീവിതം ഏറ്റവും നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഈ തത്വങ്ങൾ അത്രമാത്രം, അത് മദ്യാസക്തന്റെ ജീവിതത്തിൽ മാത്രമല്ല. മദ്യാസക്തന്റെ കാര്യത്തിൽ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്വവും അതോടനുബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന താളപ്പിഴകളും നിയന്ത്രണമില്ലായ്മയ്ക്കും ഉള്ള പരിഹാരം മാത്രമേ ആവുന്നുള്ളൂ. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വഴിവിട്ട ജീവിതങ്ങളും നിയന്ത്രണമില്ലാത്ത ജീവിതങ്ങളും അനിയന്ത്രിതാവസ്ഥയൊക്കെ ഉണ്ട്. അതിനെ മെച്ചപ്പെടുത്താൻ, അതിനെ ശരിപ്പെടുത്താൻ ഈ തത്വങ്ങൾ വളരെയധികം സഹായകമാണ്. അത് നമ്മൾ അതിൻ്റകത്ത് ഈ പറയുന്ന ദൈനംദിന പരിപാടിയിലൂടെ നമ്മൾ, അല്ലെങ്കിൽ ദൈനംദിന വിലയിരുത്തലൂടെ നമ്മൾ അതിൻ്റകത്ത് കണ്ടെത്തണം. അതിന് ഞാനിപ്പോ പറഞ്ഞ പോലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വിമർശനത്തോടെയും സ്വയം വിമർശനത്തോടെയും നമ്മള് ദൈനംദിന വിലയിരുത്തൽ നടക്കുക. എന്റെ തെറ്റുകൾ എന്തൊക്കെയാണ്, എനിക്ക് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണ് തിരിച്ചറിഞ്ഞ് അത് ഞാൻ ആയതുകൊണ്ട് ആ തെറ്റ് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള പഴയ മുടന്തൻ ന്യായീകരണ പ്രവൃത്തിയുമായിട്ട് നമ്മൾ നിൽക്കരുത്. ആ വിമർശനം നമ്മൾ സ്വയം കണ്ടെത്തുന്ന കുറവുകളും തിരുത്തപ്പെടേണ്ടതിനെ സംബന്ധിച്ചുള്ള ആ വലിയ തിരിച്ചറിവ് ഓരോ ദിവസവും നമുക്കുണ്ടാവുന്നത്, അത് ഓരോ ദിവസവും തന്നെ ഇന്ന് സംഭവിച്ച കാര്യങ്ങളിൽ ഇന്ന് വൈകുന്നേരം അത് ഞാൻ പറഞ്ഞല്ലോ, എഴുതി തയ്യാറാക്കുമ്പോഴുള്ളതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര റിസൾട്ട്. ഞാൻ ആദ്യം ഒരു 2 വർഷക്കാലം ആ രീതിയിലൊക്കെ അതിന്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഒന്നും അത് ഇപ്പൊ ഈ 10-12 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ശരിക്കും ആ കാര്യത്തിലൊക്കെ ഒരുപാട് മടി പിടിച്ചിട്ടുണ്ട്. പഴയതുപോലെ അത് ചിന്തിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ നമ്മൾ ക്രമമായിട്ട് കൃത്യമായിട്ട് എഴുതി, അന്ന് ആ 2 വർഷക്കാലമൊക്കെ എഴുതി ഞാൻ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ അടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൽ ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായ ആ പുരോഗതി ഒന്നും പിന്നീട് ഒരു 3 വർഷം മുതൽ ഒരു 5-6 വർഷം വരെ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണവും ആ വിലയിരുത്തൽ വേണ്ട വിധം നടന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈനംദിന വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ എന്റെ ജീവിതത്തിൽ അത് വളരെയധികം മാറ്റങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ കാര്യം. ഇനി ഈ നമ്മുടെ ഈ തത്വങ്ങൾ, അതായത് എഐ ജീവിത രീതിയിലൂടെ സഞ്ചരിക്കുന്നതിന് നമ്മുടെ കൂട്ടായ്മ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: കടുത്ത സത്യസന്ധത, വെറും സത്യസന്ധതയല്ല, കടുത്ത സത്യസന്ധത. അതുപോലെ തന്നെ സന്നദ്ധത, തുറന്ന മനസ്സ്. ഈ തുറന്ന മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ള ഒരാളിന്റെ മുമ്പിലേക്ക് തുറന്നു വെക്കുക, അല്ലെങ്കിൽ അതിനെ തുറന്നു പറയുക എന്നുള്ളതല്ല. മറിച്ച് മറ്റുള്ളവരുടെ വാക്കുകളെ ശ്രദ്ധാപൂർവം കേൾക്കാനുള്ള ഒരു തുറന്ന മനസ്ഥിതി. അതാണ് നമ്മുടെ ഈ തുറന്ന മനസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ വാക്കുകളെ, അത്തരം ഒരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചു പോയൊരു കാര്യമുണ്ട്. ഞാൻ ശരിക്കും ഒരു കേൾവിക്കാരനായിരുന്നു. ദൈനംദിന വിലയിരുത്തലിൽ നിന്ന് എനിക്ക് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊരു കേൾവിക്കാരനായിരുന്നു. നമ്മൾ ചിന്തിച്ചു പോകേണ്ട കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരു എഐയിലൊക്കെ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മദ്യപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് ഞാനൊരു കേൾവിക്കാരനായിരുന്നില്ല, മറിച്ച് ഞാനൊരു പറച്ചിലുകാരനായിരുന്നു. അതെന്റെ ദൈനംദിന വിലയിരുത്തലിൽ നിന്ന് കിട്ടിയ ഒരു വലിയ തിരിച്ചറിവായിരുന്നു അത്. ഞാൻ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അതിൻ്റെ വില കൊടുത്തിരുന്നില്ല. അത് കുടുംബത്തിലാണെങ്കിലും വെളിയിലാണെങ്കിലും ആരെങ്കിലുമൊക്കെ സംസാരിച്ച് അതിൻ്റെ അകത്ത് കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇടയിൽ കയറി സംസാരിക്കുക. എൻ്റെ അതിനുള്ള പ്രതികരണങ്ങളും മറുപടികളും ഞാൻ അതിൻ്റെ അകത്ത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ അത് പൂർത്തീകരിക്കാൻ അനുവദിക്കാതിരിക്കുക. കുടുംബത്തിലാണെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഒരു കാര്യം പറയുമ്പോഴത്തേനും അവരെ അതിൻ്റെ അകത്ത് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇത് അറിയാമെന്നുള്ള ഒരു നിലപാടെടുക്കുക. അതനുസരിച്ച് ഈ കാര്യങ്ങളെ മുന്നോട്ട് സ്വന്തം ഇഷ്ടപ്രകാരം, തോന്നിയാസപ്രകാരം, അഹങ്കാരത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു എഐയിൽ ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ, അല്ലെ എത്തുന്ന സമയത്ത്. അപ്പം എൻ്റെ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നത് മറ്റുള്ളവരെ കേൾക്കാൻ, അവരുടെ വാക്കുകളെ കേൾക്കാൻ. അത് ചെറുതോ വലുതോ ആണെന്ന് എനിക്ക് തോന്നിയാലും, എത്ര നിസ്സാരമെന്ന് എനിക്ക് തോന്നിയാലും, പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതിൻ്റെതായ ഗൗരവത്തിലാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് അതേ രീതിയിൽ എനിക്ക് ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത വന്നു. ആ ചിന്ത ഈ പറയുന്ന വിലയിരുത്തലിലൂടെയാണ് കണ്ടെത്തിയത്.
തിരിച്ചറിവുണ്ടായത്. അപ്പൊ അങ്ങനെ ആ തിരിച്ചറിവുണ്ടായിട്ട് പിറ്റേ ദിവസം മുതൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയല്ല ചെയ്തത്. അതിന് പറ്റുന്ന ഒരു അവസ്ഥയൊന്നും അല്ലായിരുന്നു. കാരണം ഇത് പറഞ്ഞ വൈകാരിക തലത്തിലുള്ള ഒരു പ്രശ്നമാണുള്ളത്. അതിനെ ശരിപ്പെടുത്തിയെടുക്കാൻ സമയമെടുക്കും. പക്ഷെ അത് ശരിപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ട ശക്തമായിട്ടുള്ള ശ്രമവും പ്രവർത്തനങ്ങളും നടത്തി. അതങ്ങനെ ചെയ്തതിലൂടെ കുറെ കാലങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും ഇത്തരത്തിൽ മറ്റുള്ളവരെ കേൾക്കാൻ കഴിയുന്ന തലത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു തുറന്ന മനസ്സിലേക്ക് ഒരു പരിധിവരെയെങ്കിലും എനിക്ക് എത്താൻ കഴിയും. അത് ഈ വിലയിരുത്തലിലൂടെയാണ് കണ്ടെത്താൻ സാധിച്ചത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആ വൈകാരിക തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ടാണ് നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, നമ്മുടെ ചിന്താഗതിയാവട്ടെ, ജീവിതക്രമമാവട്ടെ, ഈ നമ്മുടെ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കലാവട്ടെ, അതിന്റെ തിരുത്തലുകളാവട്ടെ, ഇതൊക്കെ ഉണ്ടാവുന്ന തുറന്ന മനസ്സ്, ഇതെല്ലാം വൈകാരിക തലത്തിലുണ്ടാവുന്ന മാറ്റങ്ങളിലൂടെ, കുടിയിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്നതിലൂടെ ഉണ്ടാവുന്നതല്ല, വൈകാരിക തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയാണ് ഇതിനൊക്കെ സാധ്യമാകുന്നത് പതുക്കെ പതുക്കെ. അതിന് സാധ്യമാകണമെങ്കിൽ നമ്മൾ കൃത്യമായ വിലയിരുത്തലിന് വിധേയമാക്കണം. എൻ്റെ ഓരോ ദിവസത്തെയും ഞാൻ കൃത്യമായ വിലയിരുത്തലിന് വിധേയമാക്കണം. ഇനി അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെകത്ത് പലപ്പോഴും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അതായിരുന്നു. ഈ ആത്മനിയന്ത്രണം ഇല്ലായ്മ ഒരു വലിയൊരു കുഴപ്പമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വളരെ പെട്ടെന്ന് പ്രകോപിതനാകുക, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ദേഷ്യം പിടിക്കുക. ഇപ്പം എയിലൊക്കെ എത്തിയതിന് ശേഷവും ഞാൻ അതിൻ്റെ അകത്ത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. എൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയൊക്കെ ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് കോപിഷ്ഠനാകുന്നു, ദേഷ്യം പിടിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, പ്രകോപിതനാകുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് എനിക്കെന്നെ സാധ്യമാകുന്നില്ല? അവിടെയാണ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അത് വൈകാരിക തലത്തിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. മദ്യത്തിന്റെ കാര്യം പറഞ്ഞ പോലെയല്ല. വൈകാരിക തലത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അതിന് നല്ല രീതിയിലുള്ള പ്രവൃത്തി വേണം. അത് ഫലമുണ്ടാകുന്നതിന് നല്ല കാലവും എടുക്കും, സമയമെടുക്കും. ഒരുപാട് കാലം കൊണ്ട് ആ കാര്യത്തിലൊക്കെ അതിൻ്റെ ഒരു ആത്മനിയന്ത്രണം, ഒരു ദേഷ്യം പിടിക്കുന്നു. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പലപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് പക്ഷേ ഈ വളർച്ചയുടെയൊക്കെ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഏത് പ്രവൃത്തിയും ചെയ്യരുതാത്തതാണെങ്കിൽ, പറയരുതാത്തതാണ് എങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു കുറ്റബോധം തോന്നാറുണ്ട്, പശ്ചാത്താപം തോന്നാറുണ്ട്. ഞാൻ ആ പറഞ്ഞത് ശരിയായോ, ഞാൻ അപ്പോൾ ദേഷ്യപ്പെട്ടത് ശരിയായോ, പൊട്ടിത്തെറിച്ചത് ശരിയായോ എന്ന് സ്വയം എന്നോട് തന്നെ ചോദിക്കുന്ന തലത്തിൽ ഒരു വിലയിരുത്തലിന് ഞാനിപ്പോൾ വിധേയനാണ്. അത് ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും എന്തുകൊണ്ട് ഇപ്പം കുടുംബത്തിൽ പലപ്പോഴും ഇതിൻ്റെ അകത്ത് വീട്ടിലാണല്ലോ നമ്മുടെ എല്ലാവിധ ആ ഒരു രൂപങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ അർത്ഥത്തിലും പ്രകടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും വാക്കുകളായിട്ടും ഒക്കെ വരുന്ന വീട്ടിലായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഭാര്യമാരുടെ ഏരിയയിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ഒരു സംഭവത്തിൽ ഇത് കഴിഞ്ഞു, ദേഷ്യം കഴിഞ്ഞു. ഈ നമ്മുടെയൊക്കെ ഈ മദ്യാസക്തരുടെയൊക്കെ ഒരു വലിയ ഇതാണല്ലോ, പലപ്പോഴും അതിൻ്റെ അകത്ത് ഒരുപാട് സ്വത്തുവകരായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ദേഷ്യം പിടിക്കുകയും ചെയ്തിട്ട് അത് ദേഷ്യം കഴിഞ്ഞ് നമ്മുടെ ആ പെട്ടെന്ന് ആ പറച്ചിലിലും രണ്ടൊച്ചയും ബഹളമൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും ഉള്ള നമ്മുടെ ദേഷ്യം തീർന്നു, നമ്മുടെ പരിപാടിയും കഴിഞ്ഞു പോയി. പിന്നെ നമ്മുടെ ദേഷ്യമില്ല, ഒന്നുമില്ല, നമ്മുടെ കാര്യങ്ങളും മറന്നു. പക്ഷെ ഇത് കേൾക്കുന്നവർ ഒരിക്കലും ഇത് മറന്നു കളയല്ല. അവരുടെ മനസ്സിൽ അത് വല്ലാത്ത വേദനയും മുറിവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ മേലായിരുന്നോ? അതല്ലെങ്കിൽ ഭാര്യ പറഞ്ഞ ആ കാര്യം അത് ശരിക്കും അതിൻ്റെ അകത്ത് അവൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ശരിക്കും ഞാൻ കേൾക്കേണ്ടത് അല്ല, എന്നോട് പറയേണ്ടതല്ലേ? അതിനെ ആ രീതിയിൽ ഞാൻ കാണേണ്ടതല്ലേ? ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു തോന്നൽ എന്നിൽ ഉണ്ടാവാൻ തുടങ്ങി. അതും ഒരു വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നി. അത് നമുക്കുണ്ടാവുന്ന ആത്മനിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട്, അവിടെയൊക്കെ ഈ അഹങ്കാരം ഇറങ്ങുന്നിടത്താണ് ഈ ആത്മനിയന്ത്രണം അല്ലെങ്കിൽ ഈ എളിമ പതുക്കെ എത്തുകയും അതിന്റെ ഭാഗമാണ് ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ഈ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായ അർത്ഥത്തിൽ മാറിയെന്നോ ഇല്ലാതായെന്നോ അല്ല, ചെറിയ അളവിൽ മാത്രം. പക്ഷെ ചെറിയ അളവിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പോലും വലിയ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും ഈ
നമ്മൾ ഒരുപാട് ഒട്ടും ക്ഷമയില്ലാത്തവരാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുള്ളത് ചിന്തിക്കുന്നവരും ഇതൊക്കെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതും ഈ ദൈനംദിന വിലയിരുത്തലിലൂടെ അതിൻ്റകത്ത് നമുക്ക് അതിൻ്റകത്ത് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ക്ഷമയില്ലാത്തവരാണ്? അതിന്റെ ഒരു കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ എൻ്റെടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതും അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ തയ്യാറാവാത്തതുമായിട്ടുള്ളൊരു തലത്തിലേക്ക് ഞാൻ മാറിപ്പോകുന്നത് എന്തുകൊണ്ട്? അത് ഈ ക്ഷമയില്ലായ്മയുടെ ഒരു ഫലമാണ്. ആ ക്ഷമയില്ലായ്മയുടെ ഫലമാണെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യണം? അതിന് കൂട്ടായ്മ പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഈ ദൈനംദിന വിലയിരുത്തലിലൂടെയാണ് നമ്മുടെ പുരോഗതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടി ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതും കാണാൻ പറ്റിയിട്ടുള്ളതും. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇത് ഇന്നത്തെ ദിവസത്തെ ഞാൻ ശരിപ്പെടുത്തി തുടങ്ങിയാൽ എന്റെ ജീവിതത്തിൽ എഐയിൽ എത്തിയതിനു ശേഷം മുൻപുണ്ടായിരുന്ന ജീവിതക്രമത്തെയും ചിന്താഗതികളെയും ഒക്കെ പതുക്കെ പതുക്കെ അതിൻ്റെ അകത്ത് മാറ്റം മറിച്ചിലിന് ഞാൻ വിധേയമാക്കി തുടങ്ങിയാൽ, തിരുത്തൽപ്പെടേണ്ടതിനെ തിരുത്തലുകൾക്ക് വിധേയമാക്കി തുടങ്ങിയാൽ, ഈ പറയുന്ന വൈകാരിക തലത്തിലുള്ള മാറ്റങ്ങളും എന്നിലേക്ക് വരികയും സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ ശരിയായ ആത്മീയ മാനസിക തലത്തിലുള്ള പുരോഗതിയും അതിൻ്റെ അകത്ത് ഉണ്ടായി തുടങ്ങും, അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിലയിരുത്തൽ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് പറ്റുമെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതി തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ ദിവസത്തെയും നമ്മൾ ചെയ്യുക. ഇതില്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലൂടെ ആ ചിന്തയിലൂടെ എൻ്റെ ഇന്നത്തെ ദിവസം എന്തായിരുന്നു, എങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പുരോഗതിക്ക് ഇത്രയും കാരണമാകുന്ന മറ്റൊരു ഘടകവുമില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ അകത്ത് സ്വയം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഈ വിലയിരുത്തലിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു തുടർച്ച നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ ഇതിന്റെ തുടർച്ചയിൽ ഈ 10-ാം പടിയിൽ വളരെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. 10-ാം പടി പറയുന്നത് തന്നെ അതാണല്ലോ. 9 പടികളും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ നമ്മൾ ഒരു തിരുത്തലുകൾക്കും അല്ലെങ്കിൽ മാറ്റങ്ങൾക്കും വിധേയമാക്കി കഴിഞ്ഞാൽ അപ്പോൾ ലഭിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ശാരീരിക മാനസിക തലങ്ങളിലുള്ള കുടിക്കാതിരിക്കലും അതുപോലെ തന്നെ മാനസിക തലത്തിലുള്ള ഈ മാറ്റങ്ങളെ അതേപടി നിലനിർത്തുകയും അപ്പോഴുണ്ടാകുന്ന ഒരു ആത്മീയ ഉണർവിനെ അതേ തരത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു തുടർ പ്രവർത്തനമാണല്ലോ 10-ാം പടി എന്ന് പറയുന്നത്. 10-ാം പടിയിൽ പറയുന്നതിനാണ് സ്വന്തമായ വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കഴിഞ്ഞ നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞു പോയത്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്തു പോയ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ചില കാര്യങ്ങൾ എഐയിൽ എത്തിയതിന് ശേഷവും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വിട്ടുകളയാൻ മടിച്ചിരുന്ന ചിന്താഗതികളിൽ നിന്നും വിട്ടുകളയാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ദൈനംദിന വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് മദ്യത്തെ ഇന്നത്തെ 24 മണിക്കൂർ എങ്ങനെ മാറ്റി നിർത്താൻ ഞാൻ അതിൻ്റെ അകത്ത് തീരുമാനിച്ചോ അല്ലെങ്കിൽ നടപ്പാക്കിയോ അതേ പരിപാടി തന്നെ മദ്യം പോലെ തന്നെ മാറ്റി നിർത്തേണ്ട പല കാര്യങ്ങളും ഇന്നേ ദിവസം വേണ്ട, ഇന്ന് മദ്യം വേണ്ട, അല്ലെങ്കിൽ ഇന്ന് മറ്റു ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട, ഇന്നത്തെ 24 മണിക്കൂർ ചെയ്യില്ല, ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ച് അങ്ങനെ മാറ്റി നിർത്തിരുന്നു. അങ്ങനെ നന്നായിട്ട് ആ ഒരു ദൈനംദിന വിലയിരുത്തലിൽ നിന്ന് അത്തരത്തിലുള്ള ഭയങ്കരമായ ഒരു തിരുത്തൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഈ 10-ാം പടിയിലും പറയുന്നത്. 10-ാം പടിയിലെ ഒരു 1-2 ചെറിയ കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമ്മൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ ആ 10-ാം പടിയുടെ ആ പേജിന്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ അമിതമായിട്ട് മദ്യപിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം നമുക്കൊരു ഹാങ് ഓവർ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഹാങ് ഓവർ പക്ഷെ നമ്മൾ മദ്യപിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന മറ്റൊരു തരം ഹാങ് ഓവർ ഉണ്ട്, വൈകാരികമായിട്ടുള്ള ഹാങ് ഓവർ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ എത്രമാത്രം ശക്തമായ ഒരു കോട്ടിംഗ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കി. 10-ാം പടിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കറിയാവുന്ന ഒരേ ഒരു ഹാങ് ഓവർ അത് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ അമിതമായ മദ്യപാനത്തിന്റെ പിറ്റേ ദിനങ്ങളിൽ നമ്മൾ അനുഭവിച്ചൊരു അവസ്ഥയായിരുന്നു. മറിച്ച് മദ്യപിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു തരം ഹാങ് ഓവർ ഉണ്ട്, അത് വൈകാരികമായ ഹാങ് ഓവർ. ആ ഹാങ് ഓവറിനെ നമ്മൾ ഈ വിലയിരുത്തലിലൂടെ നമുക്ക് അതിൻ്റെ അകത്ത് കണ്ടെത്തി പരിഹരിച്ച്, ഇപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ മദ്യപിച്ച് ഉണ്ടാകുന്ന ഹാങ് ഓവർ നമ്മൾ തന്നെ പരിഹാരം കണ്ടിരുന്ന തന്നെയായിരുന്നു. പിറ്റേ ദിവസം തന്നെ അടുത്തൊരു പെഗ് അടിക്കുക, തലേ ദിവസത്തെ ഹാങ് ഓവർ മാറാൻ വേണ്ടി.
അല്ലെ തലേദിവസത്തെ കുടിയുടെ ആ പ്രതിസന്ധി തീരാൻ വേണ്ടി നമ്മളൊന്ന് ലെവലാകാൻ വേണ്ടി നമ്മുടെ അടുത്തൊരു പെഗ് അടിക്കുകയായിരുന്നു. ഈ വൈകാരിക തലത്തിലുള്ള ഈ ഹാങ് ഓവർ ഉണ്ട്. അത് കുടിച്ചില്ലെങ്കിലും നമ്മളിൽ നിലനിൽക്കുന്നു. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ വിലയിരുത്തുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്ത് വിഷമം ഉണ്ടാക്കുന്ന, പശ്ചാത്താപം ഉണ്ടാക്കുന്ന, കുറ്റബോധം ഉണ്ടാക്കുന്ന, ചെയ്യാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ദൈനംദിന വിലയിരുത്തലിന് ഓരോ ദിവസവും വൈകുന്നേരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന കുറ്റബോധം, പശ്ചാത്താപം ഇതിനെ നമുക്ക് അതിൻ്റെ അകത്ത് നാളെ ഇല്ലാതാക്കാൻ പറ്റും, തിരുത്താൻ പറ്റും. വൈകാരിക തലത്തിലാണല്ലോ ഈ മറ്റ് പ്രശ്നങ്ങൾ, അനിയന്ത്രിതമായിട്ടുള്ള ജീവിതാവസ്ഥയ്ക്ക് കാരണമായ കാര്യങ്ങൾ കിടക്കുന്നതെല്ലാം വൈകാരിക തലങ്ങളിലായിരുന്നല്ലോ. അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് ദൈനംദിന വിലയിരുത്തലിലൂടെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദൈനംദിന വിലയിരുത്തല് തെറ്റുകൾ അംഗീകരിക്കലും തിരുത്തലുമാണ് ഇപ്പോൾ ആവശ്യം. കറക്റ്റ് വേയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഓരോ ദിനവും ഉണ്ടാവുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അംഗീകരിക്കുക, അതിനെ തിരുത്തുക. അതിന് ഞാൻ തയ്യാറാണോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ പുരോഗതി ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാലോ വൈകാരിക തലത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇത്തരം അസ്വസ്ഥതകളുടെ മധ്യേ എടുക്കുന്ന അപ്പപ്പോഴുള്ള കണക്കെടുപ്പ് വന്യമായ വികാരങ്ങളെ ശാന്തമാക്കുന്നതിൽ വളരെയധികം സഹായിക്കുന്നു. നമുക്കറിയാലോ വൈകാരിക തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പതുക്കെ ശാന്തത കൈവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒരു കാം ആൻഡ് ക്വയറ്റ് മൈൻഡിലേക്ക് നമ്മൾ എത്തുമല്ലോ. ഇനി നമുക്ക് കുറച്ചെങ്കിലും പ്രാധാന്യവും ലൗകിക വിജയമൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഈ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് ദൈനംദിന വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പലപ്പോഴും നമ്മൾ അപകടത്തിലേക്ക് എത്തിപ്പോകുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ നമ്മളതിൻ്റെ അകത്ത് കുടിച്ചു, നല്ല കുടിയങ്ങ് നിർത്തി. കുടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കുടിക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരുന്ന കാശ് നമുക്ക് അതിൻ്റെ അകത്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം, അല്ലെങ്കിൽ അത് മിച്ചം പിടിക്കാം. മിച്ചം പിടിച്ചില്ലെങ്കിലും ആ പൈസ ബാക്കി വരുമല്ലോ. ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രകടമായ മാറ്റങ്ങൾ കുടിക്കാതിരിക്കുന്നതിലൂടെ മറ്റുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും കുടുംബത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങുമല്ലോ. ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് മതിമറക്കും. അത് ഈ ദൈനംദിന വിലയിരുത്തലിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളെ അതിൻ്റെ അകത്ത് പലരും അതിൻ്റെ അകത്ത് മാറ്റി നിർത്തിയിരുന്ന, ഒറ്റപ്പെടുത്തിയിരുന്ന ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങുന്നു, നമ്മൾ ചേർത്ത് പിടിക്കാൻ തുടങ്ങുന്നു, പലതിൻ്റെ ഭാഗമാകുന്നു, പലതരത്തിലുള്ള നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മേഖലകളിലുമുള്ള പലതിൻ്റെയും ഭാരവാഹിത്വങ്ങളും ഉത്തരവാദിത്വങ്ങളും ചുമതലകളുടെ ആളായിട്ട് ഞാൻ മാറുന്നു. പക്ഷെ ഇതിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം, കുടിയിൽ നിന്ന് മാത്രമേ ഞാൻ മാറിയിട്ടുള്ളൂ, വൈകാരിക തലത്തിലുള്ള എൻ്റെ സുഖപ്പെടൽ വേണ്ട വിധമായിട്ടില്ല. ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ലൗകികമായിട്ടുള്ള താൽക്കാലികമായ ഈ ഭൗതിക നേട്ടങ്ങൾ എൻ്റെ മുന്നോട്ടുള്ള ആ സുബോധ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയോ അല്ലെങ്കിൽ ഇതല്ല ആത്യന്തികമായിട്ടുള്ള ജീവിതത്തിന്റെ ഫലമെന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായില്ല എങ്കിൽ ഇതിലൊക്കെ മതിമറന്നു പോയി. എത്ര അതിൻ്റെ ആദർശം പറയുന്നവരാണെങ്കിലും മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കണമെന്നും ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഒക്കെ എല്ലാ മനുഷ്യൻ്റെയും അത് മനുഷ്യസഹജമായിട്ടുള്ളതാണ്. അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും താൽക്കാലികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭൗതികമായ മാറ്റങ്ങൾ, ലൗകികമായിട്ടുള്ള സൗകര്യങ്ങൾ, മെച്ചപ്പെടലുകളൊക്കെ നമ്മളെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അത് കൊണ്ടുപോകാതിരിക്കുന്നതിന് ഒരു കരുതൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ സ്വയം വിലയിരുത്തൽ, പ്രത്യേകിച്ചും ദൈനംദിന വിലയിരുത്തൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ആത്മീയ തലത്തിലും എന്ന് പറഞ്ഞാൽ എൻ്റെ വൈകാരിക തലത്തിലും ഞാൻ മെച്ചപ്പെടേണ്ടതുണ്ട്, അല്ലെ കുറേയൊക്കെ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോയി എന്ന് തോന്നിയ ഘട്ടത്തിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായി ഞാൻ തീർന്നത്. അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്നുള്ളത്, എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടും എന്നെ ഞാൻ തിരിച്ചറിഞ്ഞതിലൂടെ വിലയിരുത്തലിലൂടെ എനിക്ക് അറിയാൻ പറ്റിയിരുന്നു. ഇനി ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഞാൻ സംസാരിച്ചു പോയത് തന്നെ പറഞ്ഞത് നമ്മുടെ കാഴ്ചപ്പാടിലെല്ലാം ഇത്തരം ഒരു അടിസ്ഥാനപരമായ മാറ്റത്തിന് സമയമെടുക്കും. ഒരുപക്ഷെ ധാരാളം സമയം. ഈ ഒരു ചിന്ത നമ്മൾ ഈ വിലയിരുത്തലൊക്കെ നടത്തുമ്പോഴും തിരുത്തലുകൾ നടക്കുമ്പോഴും ചിന്താഗതി മാറുമ്പോഴും ജീവിതക്രമം മാറുമ്പോഴും ഈ ഒരു കൃത്യമായ ഒരു തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ട്. ഇതിനെല്ലാം സമയമെടുക്കും. പെട്ടെന്ന് ഫലങ്ങൾ ഉണ്ടാവുന്നവയല്ല. അതിന് നമ്മൾ തയ്യാറാവണം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പൊതുവായിട്ട് നമ്മുടെ ഈ വിലയിരുത്തലിന് അല്ലെങ്കിൽ ഒരു സ്വയം വിലയിരുത്തലിനെ, പ്രത്യേകിച്ചും ദൈനംദിന വിലയിരുത്തൽ. അത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും പറയുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന പുരോഗതിയെക്കുറിച്ചും. അതിന് നമ്മൾ തയ്യാറാവുന്നു. ഇത് എത്രത്തോളം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു. നമ്മൾ എത്രമാത്രം വായിച്ചു, എത്രമാത്രം മീറ്റിംഗ് കേട്ടു, എത്രമാത്രം പ്രസംഗങ്ങൾ കേട്ടു എന്നുള്ളതല്ല. അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. ഈ വലിയ വായിലതിൻ്റെ അകത്ത് ഞാൻ വീണ്ടും അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കി പോകേണ്ടത്, വലിയ വലിയ കാര്യങ്ങൾ വന്ന് പ്രസംഗിക്കുന്ന പല ആളുകളും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളത് എഐയിലൂടെയുള്ള സഞ്ചാരത്തിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതിന് എഐയുടെ വെളിയിലും നമ്മളത് തിരിച്ചറിയുന്നതാണല്ലോ. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഒരു വിലയിരുത്തൽ നമുക്ക് നടക്കണം. അത് ദൈനംദിനമായി കഴിഞ്ഞാൽ ഒരാഴ്ച ചെയ്തത് എയുടെ തുടക്കത്തിലൊക്കെ എത്തി, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഒരു മാസം കൊണ്ടുണ്ടായത്, ഒരു 365 ദിവസം നമ്മൾ കുടിക്കാതെ മാറി നിന്നിട്ട് ആ 365 ദിവസത്തിന് മുമ്പ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ മാറി, എന്തൊക്കെ മാറിയില്ല, എന്തൊക്കെ തെറ്റുകൾ കണ്ടെത്തി, എന്തൊക്കെ കണ്ടെത്തിയില്ല, എന്തൊക്കെ കണ്ടെത്തിയത് തിരുത്തി, എന്തൊക്കെ തിരുത്തപ്പെട്ടിട്ടില്ല. ഇത്തരം ഒരു കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുപാട് അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള ആ ജീവിതത്തിലേക്ക് നമ്മുടെ കാര്യങ്ങളെ വഴിമാറ്റുന്നതിന് നമ്മൾ തയ്യാറാവുക. അത് 100% ഉറപ്പാണ്. ഇങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ഒരാളെ ദൈനംദിന വിലയിരുത്തൽ നടത്തിക്കൊണ്ട് കൃത്യമായി നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര തിരുത്തലുകളും മാറ്റങ്ങളും വരുത്താൻ തയ്യാറാവുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം അത് വളരെ പോസിറ്റീവായിട്ട്, വളരെ ഗുണകരമായിട്ട്, പ്രയോജനകരമായിട്ട് മാറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഞാൻ തന്നെ എൻ്റെ സാക്ഷി. അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം. അപ്പൊ അത് ചെയ്തു തുടങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്ന ആ നിമിഷം മുതൽ നമ്മുടെ വളർച്ചയുടെ, പുരോഗതിയുടെ, അത് വീണ്ടും വീണ്ടും പറയുന്നു, ഭൗതികമായ, സാമ്പത്തികമായ നേട്ടങ്ങളുടേതല്ല, എൻ്റെ ജീവിതം മാറുന്നു, എനിക്കൊരു അസ്തിത്വം ഉണ്ടാകുന്നു, വ്യക്തിത്വം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും എന്നിലുണ്ടാകുന്ന വൈകാരിക, മാനസിക തലങ്ങളിലുള്ള ഇത്തരം മാറ്റങ്ങൾ ഞാൻ വിലയിരുത്തലിലൂടെ കണ്ടുപിടിക്കപ്പെട്ട തിരുത്തലുകളിലൂടെ എന്നിലുണ്ടായ മാറ്റങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രതിഫലിച്ചു തുടങ്ങുന്നു. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു മാറ്റത്തിലൂടെയാണ് ശരിയായ രീതിയിലുള്ള ഒരു പരിവർത്തനം നമുക്കുണ്ടാകുന്നത്. അതല്ലാതെ നമ്മൾ ഇത് വായിച്ചു മനസ്സിലാക്കുന്നതിലൂടെ, കേട്ട് മനസ്സിലാക്കുന്നതിലൂടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷാ ഹാളിൽ പോയിരുന്ന പരീക്ഷ പേപ്പറിലേക്ക് എഴുതി വെക്കാനുള്ളതല്ല എഐയുടെ തത്വങ്ങൾ എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. അത് ഏതളവിൽ എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നതിനെ അനുസരിച്ച് ജീവിതവും മാറും. അതാണല്ലോ എഐയുടെ വാഗ്ദാനങ്ങൾ തന്നെ. എന്തായാലും ആ വാഗ്ദാനങ്ങളെ നമ്മളൊരു പരീക്ഷണമായി കാണണ്ട, അത് ഫലവത്തായിട്ടുള്ള സത്യങ്ങൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അതും നമ്മുടെ ജീവിതത്തിൽ അതേ രീതിയിൽ വന്നു ഭവിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സുനേട്ടാ. ദൈനംദിന വിലയിരുത്തലിന്റെ പ്രാധാന്യം എന്ന വിഷയം മനോഹരമായി പറഞ്ഞു തന്ന സുനിയേട്ടന് എൻ്റെ പേരിലും ജാലയുടെ പേരിലും ആൾക്കോൾ അനോണിമസിന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മളെ സമയം 9:45 10 മണിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇനിയിപ്പോ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുവോ? സുനിയേട്ടന് നന്ദി പറയാൻ രേഖപ്പെടുത്തുക ചെയ്യേണ്ട സമയമാണ്. ഹലോ, ഞാൻ സുരേഷ് ശ്രീസ, കണ്ണൂർ പരിയാരാണ്. സുരേഷ് നമസ്കാരം. എന്തായാലും നല്ല ഒരു അറിവാണ് കിട്ടിയത്. അപ്പോ സുനിയേട്ടനെ ഞാൻ കോണ്ടാക്ട് ചെയ്യലുണ്ട്, വിളിക്കലുണ്ട്, സംസാരിക്കലുണ്ട്. എന്തായാലും ഇന്നത്തെ ആ ഒരു വിഷയം ഏറ്റവും നല്ലതായിരുന്നു. അപ്പോ കുറച്ച് വൈദ്യുതി കയറാൻ ഒരു 9:15 ഇനി ഫിസിക്കൽ മീറ്റിങ്ങിന് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിൽ കയറുമ്പം 9:15. എന്നാലും ആ ബാക്കിയുള്ള കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് അറിവ് കിട്ടി. എന്തായാലും സുനിയേട്ടാ വളരെയധികം നന്ദി.
താങ്ക് യു താങ്ക് യു, സുരേഷ്. താങ്ക് യു. താങ്ക് യു ഇതിന്റെ സുരേഷ് ചേട്ടാ, ഇതിന്റെ അകത്ത് എനിക്ക് നമ്മുടെ കൂട്ടായ്മ തന്ന കാര്യങ്ങൾ, അത് എന്നിലുണ്ടാക്കിയ മാറ്റങ്ങൾ, അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് വിഷയമായിട്ട് അവതരിപ്പിക്കുക അല്ല, അനുഭവമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണല്ലോ എന്റെ സന്തോഷം. ഓക്കെ, അടുത്ത ആള്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ സുനിയേട്ടനോടുള്ള കേട്ടതിന് നന്ദി രേഖപ്പെടുത്തലോ വേണ്ടി വരുന്നവര്? ഓക്കെ, ആരാ സംസാരിക്കണേ? ചേട്ടാ ഞാൻ പറയട്ടെ. ഓക്കെ, ഓക്കെ, സുഹൃത്തുക്കളെ, മദ്യാസത്തിനാണ് ദൈവപാലം കൂട്ടായ്മയുടെ സഞ്ചരിക്കുന്നത്. എന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് സജിത്ത് ചെറുവത്തൂർ. എല്ലാവർക്കും ഹായ്. ഹായ് സജിത്ത്. ഹായ്. ഹായ് ഹായ്. ഞങ്ങൾക്ക് സുനിയേട്ടനോട് ഒരു സംശയം ചോദിക്കാനില്ല. കാരണം വെച്ചാൽ ഇപ്പം ഇതിന് ഈ ദൈനംദിന വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഇത് ഇത് ഏത് രീതിയിലാണ് ഇതിനെ നമ്മ ഒരു ക്രമപ്പെടുത്തുന്നതല്ല. ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, അത് അതിൽ ഏതൊക്കെ എഴുതണം, എന്തൊക്കെ എഴുതണം എന്നുള്ള നമ്മ ഒരു തയ്യാറെടുപ്പ് നടത്തണല്ലോ. വൈകിട്ടാണെങ്കിലും അത് ഏത് സമയത്തായിരുന്നു ചെയ്യുന്നുണ്ടെങ്കിലും അതില് നമ്മള് ഏതൊക്കെ പ്രവൃത്തികളെയാണ് നമ്മ വിലയിരുത്തേണ്ടത്? നമ്മൾ അന്ന് ചെയ്ത തെറ്റുകൾ മാത്രമാണോ, അല്ല അന്നത്തെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തണോ? പിന്നെ അതുപോലെ ഇത് ഏത് സമയത്താണിത് ഈ കിടക്കുന്നതിന് തൊട്ട് മുന്നെയാണോ, എങ്ങനെയാണ് ഇതിനെ കുറിച്ച് ചെയ്യുന്നത്? അതുപോലെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതുന്നതിനെ കുറിച്ചിട്ടും കൂടെ ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ, ഈ വിലയിരുത്തലിന്റെ കൂടെ തന്നെ നന്ദി പറച്ചിലിനെയും കൂടെ ഒന്ന് അതെങ്ങനെയാണ് സുനിയായിട്ട് ചെയ്തതെന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഞാനത് മീറ്റിങ്ങിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അടക്കം ഞാൻ കുളിക്കാനൊന്ന് കയറിയോണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി, അതായത് ഏത് രീതിയിൽ എഴുതണം, അത് ഒരു ദിവസം എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു. വളരെ നല്ലൊരു ഇത്. അതിൽ ഞാൻ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ നമ്മൾ എഴുതി തയ്യാറാക്കിയതിൻ്റെ അകത്ത് ഞാൻ അത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് വലിയ നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അത് എഴുതി തയ്യാറാക്കിയിരുന്നു. എഴുതി തയ്യാറാക്കിയപ്പോൾ ഞാൻ ചെയ്തതിന് ഒരു ദിവസത്തെ നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കുന്നു. ഒരു ദിവസത്തെ പൂർണ്ണമായിട്ട് എടുത്തിട്ട് നമ്മൾ തെറ്റുകൾ മാത്രം എഴുതി പോകുന്നത്. നമ്മൾ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ അകത്ത് തെറ്റുകൾ മാത്രം ചെയ്തവരല്ല, കുഴപ്പങ്ങൾ മാത്രം ഉള്ളവരല്ല. നമുക്ക് ഒരുപാട് നന്മകളും ഉണ്ട്, തിന്മകളും ഉണ്ട്. തെറ്റുകൾ പലതും നമ്മളെ അതിൻ്റെ അകത്ത് ജീവിതത്തെ വല്ലാത്ത അവസ്ഥയിലേക്ക്, എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ വഴിവിട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ വഴിവിട്ട ജീവിതത്തിന് കുടി ഒരു പ്രേരകമായിട്ട്, ഒരു ഉത്തേജകമായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പല കാര്യങ്ങളും അതിന് മുൻപ് സംഭവിച്ചു. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ 24 മണിക്കൂർ ഉപയോഗിക്കുന്നില്ല. ഇന്നത്തെ 24 മണിക്കൂർ ഇപ്പൊ ശരിക്കും ഞാൻ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് പണ്ടൊക്കെ അതിൻ്റെ അകത്ത് പാൻപരാഗൊക്കെ അതിൻ്റെ അകത്ത് നന്നായിട്ട് ഉപയോഗിക്കുക, കാൻസൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ അന്നേരം ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മോശപ്പെട്ട വഴിവിട്ട മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് കുടിയെ 24 മണിക്കൂർ മാറ്റി നിർത്തുന്നു. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ട ഈ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ട് ഈ 24 മണിക്കൂർ നേരത്തേക്ക് മാറ്റുന്നു. പിന്നെ സമൂലമായിട്ടൊരു വിലയിരുത്തൽ ഞാൻ ചെയ്യാറുള്ളതെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് എടുത്തുചാട്ടവും എൻ്റെ ദേഷ്യവും മുൻകോപമൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് പ്രകോപിതനാകും. അതൊക്കെ വൈകാരിക തലത്തിലാണ്. അത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചിരുന്നത് കുടുംബത്തിലായിരുന്നു, ഭാര്യയുടെ ഏരിയയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വൈകുന്നേരം ചിന്തിക്കും. ഞാൻ പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ അകത്ത് എഴുതി തയ്യാറാക്കിയൊന്നും ചെയ്യാറില്ല. വൈകുന്നേരം കിടക്കുമ്പോൾ ഞാൻ കിടന്നുകൊണ്ട് ചിന്തിക്കും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അവളോട് ഒച്ചയെടുത്തത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഒച്ചയെടുത്ത് ദേഷ്യപ്പെട്ട് അത് ചെയ്യാവുന്ന കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതല്ലായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എടുത്തുചാട്ടവും എൻ്റെ മാനസികാവസ്ഥയാണോ കാരണം, അല്ലെങ്കിൽ അവളുടെ ഭാഗത്തുനിന്നും അതിൻ്റെ അകത്ത് വീഴ്ച ഉണ്ടായോ? ഇനി ഉണ്ടായാൽ തന്നെ അതിൻ്റെ അകത്ത് ശരിക്കും ഞാൻ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കേണ്ടതല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പം പിന്നെ എന്ന് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടെത്തിയ കാര്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പം നാളെ എനിക്കത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് അതിൻ്റെ അത് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രകോപനപരമായിട്ടുള്ള സംസാരങ്ങൾ എന്നെ വളരെ പെട്ടെന്ന് ഇതാക്കുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. വെളിയിലാണെങ്കിലും അത്തരത്തിൽ ഞാൻ ആരോടെങ്കിലും സംസാരിച്ചു എന്നെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചു, എനിക്കത് ഒഴിവാക്കാൻ മേലായിരുന്നു, എന്തായാലും ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് ഓരോ വലുതും ചെറുതുമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത്, അത് നല്ലതും ചീത്തയും ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അല്ലാതെ നമ്മുടെ ചീത്ത കാര്യങ്ങൾ മാത്രം
ഇപ്പൊ അത് ഒഴിവാക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതും ഏതാണെന്നൊന്ന് മനസ്സിൽ വെച്ചിട്ട്, എഴുതി വെച്ചില്ലെങ്കിൽ ഒന്ന് മനസ്സിൽ വെച്ചിട്ട്, പിന്നീട് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റുള്ള ദിവസം, നാളെ ഇത് തന്നെ ആവർത്തിക്കണമെന്നില്ലല്ലോ. അത്തരം സാഹചര്യം വരുമ്പോൾ അതിനെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക. അതാണ് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് മാറ്റം വന്നു. അതുപോലെ തന്നെ ജീവിതക്രമത്തിലും വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, അതിൻ്റെ അകത്ത് നമ്മൾ രാവിലെ ചെയ്യുന്ന മദ്യം കിട്ടാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനുള്ള പണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, അത് മദ്യം കിട്ടുന്ന ലഭ്യതയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വീട്ടിലിരിപ്പുണ്ടെങ്കിൽ, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് സൂക്ഷിക്കാറില്ലായിരുന്നു, ഉണ്ടെങ്കിലും അത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഞാൻ കുടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കുന്നു. അതെല്ലാം ഒന്ന് മാറ്റി പിടിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ താറുമാറാക്കിയിട്ടുള്ളൂ. അതിന് പകരം നമ്മൾ പല കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ അകത്ത് മറ്റേ കൃഷിയും കാര്യങ്ങളൊക്കെ അന്നും ഇന്നും അതിൻ്റെ അകത്ത് വളരെ താല്പര്യമുള്ളതായിരുന്നു. ഇന്നൊക്കെ അതിൻ്റെ അകത്ത് അത്തരം ചില കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട്, ഈ രാമേട്ടനൊക്കെ രാവിലെ എന്നെ വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അപ്പുറം എൻ്റെ തറവാടിൻ്റെ അവിടെ ഉള്ള കുറച്ച് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും രാമേട്ടനൊക്കെ പലപ്പോഴും, ഞാൻ തന്നെ രാമേട്ടനോട് പറയാൻ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുക എന്നത്. അതൊക്കെ ഞാനൊരു 5 വർഷം മുമ്പ് ഒരു കൂലിക്കാരെയൊക്കെ വെച്ച് ചെയ്തിച്ചുകൊണ്ടിരുന്ന. പക്ഷെ ഞാനങ്ങ് മാറ്റി. ഇവിടുന്ന് 10 കിലോമീറ്റർ വെളുപ്പിനെ 5:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി, ഒരു 6:30 ആകുമ്പോഴത്തേനും അവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഉച്ചയാകുമ്പോഴത്തേനും തിരിച്ചു. അങ്ങനെ ജീവിതത്തിൽ മൊത്തം ഒരു മാറ്റങ്ങൾ അങ്ങ് വരുത്തി. മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ അങ്ങ് മാറ്റി. അതിലെന്തൊക്കെ മാറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ദൈനംദിനം അത് എഴുതി നമ്മൾ ചെയ്യണമെന്നല്ല, വൈകുന്നേരം കിടന്നിട്ട് നമുക്ക് ഒന്ന് സമയത്ത് ഒരു ചിന്തയിൽ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ നമ്മളൊരു 10 ദിവസം നമ്മൾ കാര്യങ്ങൾ ചെയ്തു നോക്കുക. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. എനിക്കത് നന്നായിട്ട് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള, അല്ല കഴിയുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഈ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഒരു ഗ്രാഹ്യമില്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഏത് രീതിയിൽ ഉണ്ടാക്കണം, അതിനെക്കുറിച്ച് ഞാനത് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനും പറ്റുന്ന അവസ്ഥയല്ല, അറിവില്ല എനിക്ക്. ഓക്കെ. താങ്ക് യു സുനേട്ടാ. നമ്മളെ സമയം, ഇനി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാം? ആ ഒരു ഇതറിയാൻ സുഹൃത്തുക്കൾ മധ്യസ്ഥത്തിന്റെ റെക്കോർഡിംഗ് ഓഫ് ആവും. ഇന്ന് മധ്യവിഷയിൽ എന്റെ പേര് കലീം. ഹായ് ഖലീൽക്ക. നന്നായി, വളരെ ഉഷാറായി. എനിക്ക് അറിയേണ്ടത്, നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിലൊക്കെ വിലയിരുത്തി കണ്ടീഷനാണെങ്കിൽ നമ്മൾ ഫെലോഷിപ്പിൽ വരുമ്പോൾ നമ്മളിതെങ്ങനെ മറ്റു മധ്യാസക്തരിലേക്ക് പകർന്നു കൊടുക്കും? എന്താണ് നമ്മൾ പകർന്നു കൊടുക്കുക? എന്താ കൊടുക്കേണ്ടത്? അതും കൂടി ഒന്ന് പറഞ്ഞാല്. തീർച്ചയായിട്ടും. താങ്ക് യു. നമ്മുടെ കൂട്ടായ്മ പറയുന്നത് എന്താണ്? കൂട്ടായ്മ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ പൊതുപ്രശ്നമായ മദ്യാസക്തിക്ക് പരിഹാരം കാണുകയും അതേ രീതിയിൽ തന്നെ അതേ അവസ്ഥയിൽ കഴിയുന്ന മദ്യാസക്തരെ സഹായിക്കുകയും ചെയ്യുക. നമുക്കിതിൻ്റെ അകത്ത് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. നമുക്ക് മറ്റു മദ്യാസക്തരുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് വിശാലമായിട്ടുള്ള വിഷയാവതരണമൊന്നുമല്ല, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും. നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ കുടിക്കാതിരിക്കുന്നത്, നമ്മുടെ ജീവിതം മാറിയത് എങ്ങനെ, കൂട്ടായ്മ എങ്ങനെ സഹായിച്ചു, കൂട്ടായ്മയുടെ തത്വങ്ങൾ എങ്ങനെ സഹായിച്ചു, നമ്മുടെ പഴമക്കാരെങ്ങനെ സഹായിച്ചിരുന്നു, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റു മദ്യാസക്തരെങ്ങനെ സഹായിച്ചു എന്നുള്ള നമ്മുടെ അനുഭവമാണ് നമ്മൾ തുറന്നു പറഞ്ഞത്. അതാണ് മറ്റു മദ്യാസക്തർക്ക് കൊടുക്കാനുള്ള ഒരേ ഒരു പരിഹാര മാർഗം മരുന്നും അതുള്ളൂ. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുക. വേറെ ഒന്നും അതിൻ്റെ അകത്ത് പറയുന്നില്ല. ബാക്കി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കുറെ ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന സംഭവം. നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറയുന്ന കാര്യം അതാണല്ലോ, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ അനുഭവം, ഞാൻ അതുകൊണ്ടാണ് ഒരു വിഷയാവതരണമെന്നും ഞാൻ അതിൻ്റെ അകത്ത് ആ രീതിയിൽ ഇത് പ്രകടിപ്പിക്കല്ല. ഞാൻ മനസ്സിലാക്കിയതല്ല, എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യം അനുഭവമായിട്ട് പറയാവുന്നതാണ്. അപ്പൊ ആ അനുഭവങ്ങൾ തന്നെയാണ് മറ്റു മദ്യാസക്തരുടെ മുന്നിൽ, എൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെയാണ് എത്തിയതിനു ശേഷമാകുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ മാറി എന്നുള്ളതാണ് മറ്റു മദ്യാസക്തർക്ക് പകർന്നു കൊടുക്കാനുള്ള എൻ്റെ ഒരേ ഒരു കാര്യം, പരിഹാരമാർഗം. നമ്മുടെ കൂട്ടായ്മയും അതാ പറയുന്നത്. താങ്ക് യു സുനേട്ടാ. നമ്മളെ സമയം 9:55. ഓക്കെ. ആരെങ്കിലും പെട്ടെന്ന് ചോദിച്ചോളൂ. സുനേട്ടാ, ഇപ്പൊ ഞാൻ മദ്യപിക്കാതെ ഇപ്പൊ 1 വർഷവും 42 ദിവസമായി സുനേട്ടാ. പക്ഷെ ഈ ഏല് വന്നതിന് ശേഷം അന്ന് മുതൽ ഇപ്പൊ മദ്യപിക്കുന്നില്ല.
പക്ഷെ ആ എന്തല്ലോ ഒരു ആശയക്കുഴപ്പങ്ങള് സുനിയേട്ടാ, അതാണ് തീർച്ചയായിട്ടും മനസ്സിലാവും. ആ എന്തൊക്കെയോ മുൻപിലോട്ടില്ല നമ്മൾ ചിന്തിക്കുമ്പോ ബാക്കി എല്ലാം ആ നഷ്ടപ്പെട്ടു, കരിയർ ഉം. നഷ്ടപ്പെട്ടു, പണം ഒരുപാട് നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും കുടിക്കുന്നില്ല. എന്നാലും എന്തല്ലോ ഒരു പ്രശ്നങ്ങൾ കേട്ടോ. എന്ത് സംഭവം എന്ന് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും. കുടി അതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് സമയം തീരുവാണ്. ഈ കുടി മാത്രമായിരുന്നു അവിടെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ സുബോധ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മുടെ കൂട്ടായ്മ പറയുന്ന ചില കാര്യങ്ങൾ, മദ്യത്തിൽ നിന്ന് മാറി നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട്, ഒന്ന് നമ്മുടെ ജീവിതക്രമം മാറുക, മറ്റൊന്ന് ചിന്താഗതി മാറുക. ഇത് രണ്ടും മാറണമെങ്കിൽ നമ്മുടെ വൈകാരിക തലത്തിൽ എന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കൽ മാത്രം പോരാ, നമുക്കുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ട്. ചിന്തകളിലെ വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ ഉണ്ടായിരുന്നു, ചിന്തകൾ മുഴുവനും തെറ്റായിരുന്നു എന്നുള്ളതല്ല കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എത്തുന്നതിന് മുമ്പുള്ള അതിലെ